പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സംഭവബഹുലമായിട്ടുള്ള റോ എപ്പിസോഡിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിൽ നിന്നുള്ള കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ആദ്യമേ പങ്കുവെക്കാനുള്ളത് പുറത്ത് നല്ല മഴയും ഇടിയുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ശബ്ദത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടാൽ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് കരുതിക്കൊണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് പങ്കുവെക്കാം. റോ എപ്പിസോഡിൽ നടന്ന 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ ആദ്യത്തേത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ ബെക്കി ലിഞ്ച്, ലൈറ വാൽക്കിരിയ എന്ന വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ അവർ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് മുൻ ചാമ്പ്യന്മാരായ ജഡ്ജ്മെന്റ് ഡേയിലെ ലിവ് മോർഗൻ, റഗൽ റോഡ്രിഗസ് തുടങ്ങിയവരുടെ ടീമിന് എതിരെയായിരുന്നു. റസൽമേനിയ 41 ബെക്കിയുടെ ഒരു സർപ്രൈസ് റിട്ടേണും തുടർന്ന് വിജയിച്ച ആ ഒരു മത്സരമൊക്കെ നോക്കിയാൽ ബെക്കിയുടെ ടീം തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യും എന്നാണ് ഈ ഒരു റീമാച്ച് മത്സരത്തിൽ, ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ സർപ്രൈസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ലിവ് മോർഗനും റഗൽ റോഡ്രിഗസും ക്ലീനായി തന്നെ ബെക്കിയുടെ ടീമിനെ പരാജയപ്പെടുത്തി. മത്സരശേഷം നടന്ന ആ ഒരു മൊമെൻ്റാണ് ഏറ്റവും വലിയൊരു സർപ്രൈസ്. ബെക്കി ലഞ്ച് ഹീലായിട്ട് ലൈറ വാൽക്കിരിയെ ആക്രമിച്ചു. ലൈറ ഇത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ആരാധകരും അതും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം റസൽമേനിയയിൽ ഫേസ് ആയിട്ട് വന്നിട്ട് പിറ്റേ ദിവസത്തെ റോയിൽ മത്സരം തോൽക്കുമ്പോൾ ഹീലാകുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. മത്സരത്തിൽ തോൽക്കുമെന്ന് പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ആ ഒരു സമയത്താണ് ഹീലാകുന്നത്. അപ്പോൾ ബെക്കിയുടെ ഒരു ഹീൽ ടേൺ ലൈറ വാൽക്കിരിയെ സംബന്ധിച്ച് അത് പ്ലസ് പോയിൻ്റ് ആണ്. ലൈറയ്ക്ക് ബെക്കിലെ പോലുള്ള ഒരു റെസ്ലറിനെതിരെ ഒരു ഹീൽ വേഴ്സസ് ഫേസ് സ്റ്റോറി കിട്ടുമ്പോൾ അത് മെയിൻ സ്ട്രീം അറ്റൻഷൻ കുറേയധികം നേടിക്കൊടുക്കും. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ച ചാമ്പ്യൻഷിപ്പ് മത്സരം പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെസ്റ്റിരിയോ പെൻഡ എന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ജഡ്ജ്മെന്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള കുറേയധികം മൊമെന്റുകൾ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു മത്സരത്തെ ഞാൻ വീക്ഷിച്ചത്. എന്നാൽ ജഡ്ജ്മെന്റ് ഡേ സ്പ്ലിറ്റ് ആകുന്ന രീതിയിലുള്ള ഒരു വലിയ മൊമെന്റ് ഒന്നും നമുക്ക് ഈ മത്സരത്തിനിടയിൽ കാണാൻ സാധിച്ചില്ല. ഡൊമിനിക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാർലിറ്റയും ഫിൻ ബാലറും മത്സരത്തിൽ തുടക്കത്തിലെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഡിസ്ട്രാക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചു, അത് മത്സരത്തിൽ കാണാൻ സാധിച്ചു. എന്നാൽ നമ്മളെ ഞെട്ടിച്ച ഒരു മൊമെന്റ് JD മെക്നോഡയുടെ പരിക്ക് മുക്തമായതിനു ശേഷമുള്ള തിരിച്ചുവരവാണ്. താരം ഇന്റർവ്യൂകളിൽ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തോടു കൂടി തിരികെ വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സർപ്രൈസ് ആണെന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപുള്ള വീഡിയോയിൽ JD മെക്ഡൊണാൾഡിൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ച് ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റും ഉണ്ടായിരുന്നു, താരം തിരിച്ച് വരുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ JD മെക്ഡൊണാൾഡ് വന്നിട്ട് ഡൊമിനിക് മെസ്റ്റിരിയോയെ സഹായിക്കുന്നു ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ എന്നുള്ളത് പറയുമ്പോഴാണ് കുറച്ചും കൂടി സർപ്രൈസ് ഉള്ളത്. എന്തായാലും ഡൊമിനിക് പെൻഡയെ പരാജയപ്പെടുത്തി ടൈറ്റിൽ റിട്ടേൺ ചെയ്തത് ഒരാൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് ഫിൻ ബാലറിനാണ്. പക്ഷേ ഫിൻ ബാലർ അത് വലിയൊരു കാര്യമാക്കിയിട്ട് കാണിക്കുന്നുമില്ല. പക്ഷേ കിട്ടുന്ന ഒരു അവസരത്തിൽ എന്തായാലും ഡൊമിനിക്കിനിട്ട് ഫിൻ ബാലർ ഉടനെ പണി കൊടുക്കാനും സാധ്യതയുണ്ട്. അടുത്തതായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ WWEയിലേക്ക് തിരികെ വന്ന റൂസേവിനെ സംബന്ധിച്ചാണ്. റൂസേവിൻ്റെ ഒരു റിട്ടേൺ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. കാരണം പുറത്തേക്ക് വന്ന വാർത്തകളെല്ലാം റൂസേവിന് അനുകൂലമായിരുന്നു. നമ്മൾ റോയിലോ സ്മാക്ഡൗണിലോ റൂസേവിൻ്റെ റിട്ടേൺ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാരണം വാർത്തകളൊക്കെ വന്നത് പോസിറ്റീവായിട്ടുള്ളതായതുകൊണ്ട് തന്നെ അവർ ഈ ഒരു റോ ആഫ്റ്റർ മേനിയ അല്ലെങ്കിൽ സ്മാക്ഡൗൺ ആഫ്റ്റർ മേനിയ അതിൽ ഏതെങ്കിലും ഒന്നിൽ അത് നടത്തുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ റൂസേവിൻ്റെ റിട്ടേൺ കാണിച്ച ഒരു മൊമെൻറ്റ് അത് സർപ്രൈസ് ആയിരുന്നു. കാരണം നിലവിലെ പുതിയ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ന്യൂ ഡേയും ആൽഫ അക്കാദമിയും തമ്മിലുള്ള ഒരു മത്സരം നടക്കുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച ആ ഒരു സമയത്താണ് റൂസേവ് വന്നത്. റൂസേവിനെ അവിടെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. റൂസേവ് വന്നിട്ട് ആൽഫ അക്കാദമിയിലെ താരങ്ങളെ ആക്രമിക്കുന്നതും അവിടെ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിൽ ആ ഒരു സെഗ്മെൻറ്റ് അവസാനിപ്പിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റൂസേവ് ഹീലായിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു ഫേസ് ക്യാരക്ടറിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഇപ്പോഴും ആരാധകർ നൽകുന്നുണ്ട് എന്നുള്ളത് താരത്തെ എന്തിന് ഹീലാക്കി എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി നിർത്തുന്നുണ്ട്. റൂസേവിനെ സംബന്ധിച്ചുള്ള മറ്റ് അപ്ഡേറ്റുകളൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ പങ്കുവെക്കാം. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഗുന്തർ എന്ന റെസ്ലറിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ചാണ്. റസൽമേനിയ 41 ജെ ഉസൈക്കെതിരെ കളിച്ച മത്സരം പരാജയപ്പെട്ടത് ഗുന്തറിനെ സംബന്ധിച്ച് അത് ഫ്രസ്ട്രേഷൻ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. അത് ആ ക്യാരക്ടർ എങ്ങനെ കാണിക്കണം, ആ ഫ്രസ്ട്രേഷൻ എങ്ങനെ കാണികളുടെ ഒരു ഇമോഷനിലേക്ക് എത്തിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഗുന്തറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കിന്ന് കാണാൻ സാധിച്ച സെഗ്മെൻറ്റ്. ആദ്യം മൈക്കിൾ കോളിനോട് ചൂടാകുന്നു. മൈക്കിൾ കോളിനോട് ചൂടാക്കാൻ കാരണം മൈക്കിൾ കോള് കമൻറ്റേറ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഗുന്തറിനെ സംബന്ധിച്ച്, ഗുന്തർ ചെയ്ത പ്രവൃത്തികളെ സംബന്ധിച്ച് പറഞ്ഞ വാക്കുകൾ ഗുന്തറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുമൂലമാണ് മൈക്കിൾ കോളിനോട് ചൂടാകുന്നത്. അത് പതിയെ പാറ്റ് മക്ഫിയുമായിട്ടുള്ള ഒരു ഫൈറ്റും പാറ്റ് മക്ഫിയെ സബ്മിഷൻ ഇട്ട് ചോക്ക് ഔട്ട് ചെയ്യുന്ന ഒരു മൊമെൻറ്റിലേക്കും എത്തിക്കുന്നുണ്ട്. ഗുന്തർ എന്ന് പറയുന്ന റെസ്ലർ എത്രത്തോളം അപകടകാരിയാണ്, ഗുന്തറിൻ്റെ ആ ഒരു വീര്യം കിട്ടിയിട്ടില്ല എന്ന് കാണിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഗുന്തറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ കൊടുത്തത്. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഇയോ സ്കൈ എന്ന് പറയുന്ന വേൾഡ് ചാമ്പ്യനും അതുപോലെ തന്നെ റോയുടെ വുമൻസ് ഡിവിഷനും കൊടുക്കുന്ന പ്രാധാന്യത്തെ സംബന്ധിച്ചാണ്. ഇയോ സ്കൈ ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിനെ സംബന്ധിച്ചുള്ള ഒരു സെലിബ്രേഷൻ സെഗ്മെൻറ്റ്. അങ്ങോട്ടേക്ക് NXTയുടെ വുമൻസ് ചാമ്പ്യനായ സ്റ്റെഫനി വേക്കറിൻ്റെ ഒരു സർപ്രൈസ് എൻട്രി
തുടർന്ന് ഇവർ തമ്മിലുള്ള ഒരു ഡ്രീം മാച്ച്, കിടിലമായിട്ടുള്ളൊരു മത്സരം, റോയിലെ ഏറ്റവും മികച്ച മത്സരം ഈ ഒരു ഡ്രീം മാച്ച് ആയിരുന്നു. ആ മത്സരം ഒരു നോൺ ടൈറ്റിൽ മത്സരമാണെങ്കിൽ പോലും ആ മത്സരം ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാതെ അവർ ഒരു ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിപ്പിച്ചത് അത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം ഇയോസ്കൈയെ വിജയിപ്പിച്ചാൽ സ്റ്റെഫനി വേക്കറിൻ്റെ ഒരു മൊമെൻറ്റം കുറയും. ഇയോസ്കൈയെ അവർക്ക് പരാജയപ്പെടുത്താനും സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ അവർക്ക് DQ അല്ലാതെ മറ്റൊരു റിസൾട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. അവിടെയാണ് മറ്റുള്ള റെസ്ലേഴ്സിന് അവർ പ്രാധാന്യം കൊടുത്തത്. അതായത് NXTയിൽ നിന്ന് ഇപ്പോൾ മെയിൻ റോസ്റ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റോക്സിനി പെരസ്, NXTയിൽ ഇപ്പോൾ മുൻ ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന ജൂലിയ, ഇവരുടെ ആ ഒരു വരവ്, ജൂലിയ എന്ന് പറയുന്ന റെസ്ലറുടെ ഒരു പൂർണ്ണ ഹീൽ ടേൺ ആണ് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിച്ചത്. അവർ വന്നിട്ട് ഈ 2 ചാമ്പ്യന്മാരെ ആക്രമിക്കുമ്പോഴും റിയ റിപ്ലി വന്നിട്ട് അവരെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വുമൻസ് ഡിവിഷന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. ഇത്രയും വലിയ ഒരു സർപ്രൈസുകളൊക്കെ നടക്കുന്ന സമയത്തും വുമൻസ് ഡിവിഷനെ അവർ മാറ്റി നിർത്തിയില്ല. വുമൻസ് ഡിവിഷനിലും കുറേയധികം താരങ്ങളേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വമ്പൻ സർപ്രൈസുകളും ട്വിസ്റ്റുകളും നമുക്ക് ഇന്നത്തെ റോയിലും കാണാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജെ ഊസോയുടെ ഭാവിയിലെ എതിരാളിയായിട്ട് അല്ലെങ്കിൽ അടുത്ത എതിരാളിയായിട്ട് വരാൻ സാധ്യതയുള്ള റെസ്ലറിനെ റോയിലൂടെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, സാമി സെയിൻ ആണ്. സാമി സെയിൻ ജെ ഊസോയെ ഇന്ന് ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് അവർ ഇങ്ങനെ ഒരു സൂചന പോലെ ഇട്ടിട്ടാണ് അവരുടെ ആ ഒരു സെലിബ്രേഷൻ സെഗ്മെൻറ്റ് അവസാനിച്ചത്. അപ്പോൾ ജെ ഊസോ വേഴ്സസ് സാമി തമ്മിലുള്ള ഒരു മത്സരം അത് നല്ല രീതിയിൽ അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ജെ ഊസോ ഒരു സീരിയസ് ആക്കിയിട്ട് എടുത്താൽ ആ സ്റ്റോറി നല്ലൊരു വ്യൂവർഷിപ്പ് സമ്മാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് നന്നായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു മത്സരത്തിൽ അവസാനിപ്പിക്കാതെ ഒരു 3 മത്സരമെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു നല്ലൊരു സ്റ്റോറി മെയിൻ ഇവൻറ്റ് ജെ ഊസോ വേഴ്സസ് സാമി ആയി അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൂചന റോ എപ്പിസോഡിൽ നൽകിയിട്ടുണ്ട്. പലരും അത് നോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വരാൻ സാധ്യതയുള്ള മത്സരങ്ങളുടെ ഒരു ലിസ്റ്റാണ്. അതിൽ നമുക്ക് ഇന്നത്തെ റോയിലെ തുടക്കത്തിലെ കാണാൻ സാധിച്ച ജോൺസനെയെ റാൻഡി ഓർട്ടൻ സർപ്രൈസ് ആക്രമണം കൊടുത്ത് ആ ഒരു മൊമെൻറ്റ് കാണിച്ചത്, RKO ചെയ്ത് ആ ഒരു ആക്രമണം കാണിച്ചത്, അതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് രാവിലെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു മത്സരം നമുക്ക് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പ്രതീക്ഷിക്കാം. റാൻഡിയുടെ ജന്മനാട്ടിൽ വെച്ചിട്ടാണ് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റാൻഡി ഓർട്ടന് മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. റാൻഡി ഇപ്പോൾ ജോൺസിനെ ആക്രമിച്ച് ആ ഒരു വെല്ലുവിളി ഇട്ടതുകൊണ്ട് തന്നെ മത്സരം WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിനാണ് എന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മെയിൻ ഇവൻറ്റിലേക്ക് വരികയാണെങ്കിൽ സെത്ത് റോളിൻസും പോൾ ഹേമൻ്റെ കൂടെ ബ്രോൺ ബ്രേക്കറും കൂടി ജോയിൻ ചെയ്തിരിക്കുന്നു. ബ്രോൺ ബ്രേക്കറിൻ്റെ ആ ഒരു വരവ്, ബ്രോൺ ബ്രേക്കർ റോമൻ റെയിൻസിനെ സ്പിയർ ചെയ്തതും CM Punkനെ സ്പിയർ ചെയ്തതുമൊക്കെ കിടിലമായിരുന്നു. അവസാനം റോമൻ റെയിൻസിന് കൊടുത്ത ഒരു സ്പിയർ അത് കിണ്ണം കാച്ചി സ്പിയർ ആയിരുന്നു. അപ്പോൾ റോമൻ റെയിൻസിനെയും CM Punkനെയും ഒക്കെ മനഃപൂർവ്വം തരം താഴ്ത്തി കാണിക്കുകയാണോ, മോശമായി കാണിക്കുകയാണോ എന്നുള്ളത് പലരും കമൻറ്റ് ബോക്സിൽ രാവിലെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഭാവിയിലേക്ക് താരങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് അവർക്ക് കാണിക്കേണ്ടി വരും. റോമൻ റെയിൻസ് എന്തുകൊണ്ട് ഇത്രയും മോശമായിട്ട് എപ്പോഴും അടിവാങ്ങുന്ന ഒരു റെസ്ലറാക്കിയിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാണിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ റോമൻ റെയിൻസിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പായിരുന്നു, വൈസ്മാൻ ആയിരുന്നു. അവരൊക്കെ ഇപ്പോൾ റോമൻ റെയിൻസിനെ വിട്ടുപോയി. അപ്പോൾ റോമൻ റെയിൻസിന് അവരൊന്നും ഇല്ലാതെ ആ ക്യാരക്ടറെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവൊക്കെയാണ് അവർ ഈ ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് നമുക്ക് കാണിക്കുന്നതിലൂടെ നമ്മളോട് മനസ്സിലാക്കി തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റോമൻ റെയിൻസ് അവരുടെ ഒരു ശക്തിയിലാണ് ഇത്രയും കാലം പിടിച്ചു നിന്നത്, അല്ലെങ്കിൽ അവരായിരുന്നു റോമൻ റെയിൻസിൻ്റെ ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു പിൻബലം എന്നുള്ളതാണ് അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് അവർക്ക് മികച്ച ഒരു സ്റ്റോറി ആക്കിയിട്ട് ഇതുവരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പോൾ ഹേമൻ ഗായ്സ് ആയിട്ട് ഇനി വന്നിരിക്കുന്ന സെത്ത് ബ്രോൺ ബ്രേക്കർ, അത് ബ്രോൺ ബ്രേക്കറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ മൊമെൻറ്റുകളിൽ ഒന്നായിരിക്കും. ഈ സ്റ്റോറിയിൽ കൂടുതലും ഫോക്കസ് ചെയ്യപ്പെടാൻ പോകുന്നത് ബ്രോൺ ബ്രേക്കറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ CM Punkും റോമൻ റെയിൻസും ടീമായിക്കൊണ്ട് സെത്ത് ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവർക്കെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിക്കാൻ സാധ്യതയുണ്ട്. CM Punk, റോമൻ റെയിൻസ് തുടങ്ങിയവർ ടീമാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഇനി വരുന്ന വീക്കിലി എപ്പിസോഡുകളിൽ കണ്ടു തന്നെ അറിയാം. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. വീഡിയോയെ സംബന്ധിച്ചും റോ എപ്പിസോഡിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.